الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചങ്ങളഖിലം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കണമെന്ന്, മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്. തഖ്വാബോധം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് നാളുകൾക്കകം ആകാശത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു ചന്ദ്രക്കല പ്രത്യക്ഷമാകും. അതോടുകൂടി ലോക ജനസംഖ്യയുടെ 1/5 വരുന്ന ഏതാണ്ട് 130 കോടി ജനങ്ങളുടെ ജീവിതശൈലി ആകെ മാറിമറിയും. വർഷം തോറും സംഭവിക്കുന്ന ഒരു ലോകാത്ഭുതമാണിത്. എല്ലാ മാസവും ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഈ മാസത്തിലെ ചന്ദ്രക്കലയ്ക്ക് പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ റമദാനിൽ ഇസ്ലാമിക സമൂഹത്തോട് വ്രതമനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. വ്രതാനുഷ്ഠാനവും ചന്ദ്രക്കലയും തമ്മിൽ എന്ത് ബന്ധം? സ്വാഭാവികമായും നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വ്രതാനുഷ്ഠാനവും ചന്ദ്രക്കലയും തമ്മിൽ എന്ത്? കൂടുതൽ ചിന്തിക്കുമ്പോൾ വളരെ മഹത്തരമായ ചില ആശയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിറച്ചു വച്ചിട്ടുണ്ട്. അവയിലൊന്നാണ് വാനലോകം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും നിലകൊള്ളുന്നതും ചലിക്കുന്നതും അവയുടേതായ ദൗത്യം നിർവഹിക്കുന്നതും. വാനലോകത്ത് ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ചന്ദ്രക്കല ദൃശ്യമായാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഈ ചന്ദ്രക്കല സുരക്ഷിതത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിരിക്കണമേ. വസ്സലാമത്തി വൽ ഇസ്ലാം, ശാന്തിയുടെ, സമാധാനത്തിന്റെ, അതേപോലെ സമർപ്പണത്തിന്റെയും പ്രതീകമായിരിക്കണമേ. എന്നിട്ട് ചന്ദ്രക്കലയെ നോക്കിയിട്ട് ആ വിശ്വാസി പറയാണ്: റബ്ബി വ റബ്ബുക്കല്ലാഹ്, ചന്ദ്രികേ, എന്റെയും നിന്റെയും നാഥൻ അല്ലാഹു ആകുന്നു. വളരെ അർത്ഥവത്തായ ഒരാശയം അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ചന്ദ്രപ്പിറവിയോടുകൂടി ആരംഭിച്ച ഈ മാസം തീർച്ചയായും സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മാസമാവണം. അതേപോലെ അത് വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാവണം. ചിലരെങ്കിലും വഴിപിഴച്ചു പോയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ കണ്ടിട്ട്, അവയുടെ പ്രത്യേകതകൾ കണ്ടിട്ട് അവയ്ക്ക് ദിവ്യത്വമുണ്ടെന്ന് കരുതി ചന്ദ്രദേവനെന്നും സൂര്യദേവനെന്നും ഒക്കെ വിളിച്ചു പോയിട്ടുണ്ട്. അതിനാൽ വിശ്വാസി ബോധപൂർവം പ്രഖ്യാപിക്കുകയാണ്: റബ്ബി വ റബ്ബുക്കല്ലാഹ്, ചന്ദ്രികേ, എന്റെയും നിന്റെയും നാഥൻ അല്ലാഹുവാണ്. നീ അള്ളാഹുവിന്റെ അടിമയാണ്, എന്നെപ്പോലെ തന്നെ. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, നിന്നെപ്പോലെ തന്നെ. ഇതിൽ വലിയൊരാശയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെയും ഇതേപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയം നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായ നിർബന്ധ കർമ്മമാകുന്നു. കിതാബ് മൗഖൂത്ത്, സമയബന്ധിതമായ നിർബന്ധ കർമ്മം. നമസ്കാരം ഏതിനെയാണ് മാനദണ്ഡമാക്കുന്നത്? സൂര്യനെ. സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണ് നമസ്കാരത്തിന്റെ സമയങ്ങൾ നിർണയിക്കപ്പെട്ടത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്: യസ്അലൂനക അനിൽ അഹില്ല, അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, പറയുക അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കുവാനുള്ള മാനദണ്ഡമാണ്. അതേപോലെ ഹജ്ജിന്റെ സമയം നിർണയിക്കുവാനുള്ള മാനദണ്ഡവുമാണ്. ഹജ്ജ് എന്ന ഇബാദത്ത് ചന്ദ്രപ്പിറവിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സമയം നിർണയിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നോമ്പും നമസ്കാരവും ഹജ്ജും പ്രകൃതിയുമായി പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇബാദത്തുകളാണ്. എന്താണ് അതിൽ മനസ്സിലാക്കാനുള്ളത്? നാം നേരത്തെ തന്നെ കലണ്ടറുകളിൽ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിയുടെ സമയം രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതിൽ വലിയൊരാശയമുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനം പരിപൂർണമായും അതിന്റെ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ന് വരെ സൂര്യൻ ഉദിക്കാത്ത ദിവസമുണ്ടായിട്ടില്ല, ചന്ദ്രൻ ഉദിക്കാത്ത മാസവും ഉണ്ടായിട്ടില്ല. വളരെ കണിശമായി അവ ഉദിച്ചുകൊണ്ടിരിക്കുന്നു, അവ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണെങ്കിൽ മനുഷ്യ, നീയും ഇതേപോലെ നിന്റെ സൃഷ്ടാവിന് കീഴ്പ്പെടണം.
വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. ആകാശഭൂമികളിലുള്ള സകല സംവിധാനങ്ങളും പടച്ചതമ്പുരാന്റെ മുമ്പിൽ സ്വമേധയായും നിർബന്ധിതമായും കീഴ്പ്പെട്ടിരിക്കുന്നു. വലഹു അസ്ലമ. അതിനാൽ സൂര്യനെപ്പോലെ ചന്ദ്രനെപ്പോലെ നീയും മുസ്ലിമാവുക, പ്രകൃതിയെപ്പോലെ മുസ്ലിമാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദൃഷ്ടാന്തത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. വ്രതാനുഷ്ഠാനം ആ നിലയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഇബാദത്താണ്. പരിപൂർണമായ സമർപ്പണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതമനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതിയെപ്പോലെ പരിപൂർണമായും പടച്ചതമ്പുരാന്റെ മുമ്പിൽ കീഴ്പ്പെടുവാനുള്ള ഒരു സന്ദർഭമാണ് വ്രതാനുഷ്ഠാനം എന്ന് മനസ്സിലാക്കണം. വാനലോകത്ത് നിന്ന് അനുഗ്രഹവർഷം ആരംഭിക്കാൻ പോവുകയാണ്. അനുഗ്രഹവർഷം ആരംഭിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനുഗ്രഹങ്ങളെ മഴയുമായി ബന്ധിപ്പിച്ച് ഉദാഹരിക്കുന്നുണ്ട് പലയിടങ്ങളിലും. മഴ വർഷിക്കുമ്പോൾ പല പ്രദേശങ്ങളും പലതരത്തിലാണ് മഴയാകുന്ന ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നത്. മൊട്ടക്കുന്നുകളിൽ മഴ തങ്ങി നിൽക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വെള്ളം ഊർന്ന് ഒഴുകിപ്പോകുന്നത് കാണാം. ഏറ്റവും കൂടുതൽ മഴ സംഭരിക്കപ്പെടുന്നത് സമുദ്രങ്ങളിലായിരിക്കും, അതേപോലെ തടാകങ്ങളിലും ചെറിയ ചെറിയ കുഴികളിലും കുളങ്ങളിലും അതിന്റെ വികാസത്തിനനുസരിച്ച് മാത്രമേ വെള്ളം സംഭരിക്കപ്പെടുകയുള്ളൂ. എത്രത്തോളം ജലാശയങ്ങൾ വികസിതമാകുന്നുവോ അതിനനുസരിച്ചാണ് വെള്ളത്തെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി അതിനുണ്ടാവുക. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങാൻ പോവുകയാണ്. നമ്മുടെ മനസ്സുകൾ ഒരിക്കലും കുണ്ടും കുഴിയും പോലെ അല്ലെങ്കിൽ മൊട്ടക്കുന്നുകൾ പോലെ ആയിക്കൂടാ. ആ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാൻ കഴിയും വിധം സമുദ്രങ്ങൾ പോലെ വിശാലമാക്കി മാറ്റേണ്ടതുണ്ട്. ഇതാണ് സത്യവിശ്വാസികൾ ഒന്നാമതായി ഈ വേളയിൽ സ്വീകരിക്കേണ്ട കാര്യം. മനസ്സുകളെ വിശാലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ വാരിപ്പുണരുവാൻ, സ്വീകരിക്കുവാൻ പറ്റിയ വിധത്തിൽ മനസ്സുകളെ പരമാവധി വിശാലമാക്കുക. അങ്ങനെ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മനസ്സുകളാകുന്ന സമുദ്രങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നിറഞ്ഞ് കവിഞ്ഞ് സമൂഹത്തിലേക്ക് ഒഴുകട്ടെ. ആ നിലയിൽ മനസ്സിനെ വിശാലമാക്കുവാനാണ് ഈ വേളയിൽ നാം ഓരോരുത്തരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹങ്ങൾ വാചാലമായി തന്നെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ. ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഉഗ്ലിഖത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് നിർവൃതി നൽകുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ മർമ്മപ്രധാനമായ 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. എന്താണ്? സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ അടക്കപ്പെടും, പിശാചുക്കൾ ബന്ധനസ്ഥരാകും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അത് കേവലം അന്ധമായ ഒരു വാഗ്ദാനമായിട്ടാണോ നമ്മുടെ മനസ്സുകളിലുള്ളത്? റമദാൻ ആയിക്കഴിഞ്ഞാൽ എല്ലാ കവാടവും തുറക്കപ്പെടും, സ്വർഗത്തിന്റെ നരക കവാടങ്ങൾ അടക്കപ്പെടും. പക്ഷെ അത് അന്ധമായ ഒരു വാഗ്ദാനമല്ല, മറിച്ച് അതിനപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നാം സമീപിക്കേണ്ട ഒരു വാഗ്ദാനമാണ്. ആർക്കാണ് സ്വർഗം തുറക്കപ്പെടുക? നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ നമ്മുടെ ഹൃദയങ്ങളിലാണുള്ളത്. ആ താക്കോലുകൾ ഹൃദയത്തിൽ നിന്ന് പുറത്തെടുത്ത് നമ്മുടെ ഹൃദയത്തെ സ്വർഗത്തെ സ്വീകരിക്കുവാൻ വിധം വിശാലമാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്വർഗം തുറക്കപ്പെടുക. എന്റെ സ്വർഗത്തിന്റെ കവാടം, സ്വർഗത്തിന്റെ താക്കോൽ എന്റെ ഹൃദയത്തിലാണ് എങ്കിൽ തീർച്ചയായും എന്റെ സ്വർഗം ഞാൻ തന്നെ മുട്ടി തുറക്കണം. അതേപോലെ തന്നെ എന്റെ നരകം
ഞാൻ തന്നെ കൊട്ടിയടക്കണം, എന്നിലെ പിശാചുക്കളെ ഞാൻ തന്നെ ബന്ധിക്കണം. അല്ലാതെ റമദാനാകുമ്പോൾ സകല പിശാചും ബന്ധനസ്ഥമാകും എന്നത് അന്ധമായ ഒരു പ്രയോഗമല്ല. എന്നിലെ പിശാച് എന്നോട് ചേർന്ന് നിൽക്കുകയാണ്. എനിക്ക് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് ഞാൻ സ്വയം മുക്തനാകുമ്പോൾ മാത്രമാണ് എന്നിലെ പിശാച് ബന്ധനസ്ഥനാകുന്നത്. ഈ തിരിച്ചറിവ് ഈ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ അത് കേവലം വ്യാമോഹങ്ങളായിട്ട് മാറിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമളാനിലെ വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനമാണിത്. ആ റമളാനിൽ വ്രതമനുഷ്ഠിച്ചുവോ എങ്ങനെ? രണ്ട് നിബന്ധനകൾ. ഈമാനം വഹ്തിസാബൻ, അല്ലാഹുവിലുള്ള വിശ്വാസത്തോടും അല്ലാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആർ വ്രതമനുഷ്ഠിച്ചുവോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ, വീഴ്ചകൾ പൊറുക്കപ്പെടുന്നതാണ്. ഒന്നാമതായി അല്ലാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലേച്ഛ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. കാരണം വ്രതാനുഷ്ഠാനം പല ഉദ്ദേശങ്ങളിലും ഇന്ന് നിർവഹിക്കപ്പെടുന്നു. ഡയറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ ശരീരം ഒന്ന് സ്ലിമ്മാവുക എന്നതൊക്കെ ഇന്ന് ആളുകൾ വളരെ ബോധപൂർവം ശരീരം സംരക്ഷിക്കാൻ വേണ്ടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതാണ് ലക്ഷ്യമെങ്കിൽ അത് മാത്രമേ ലഭിക്കൂ. അതിനപ്പുറം ഇഹ്തിസാബൻ, അല്ലാഹുവിന്റെ പ്രതിഫലകാംക്ഷ, ഇതാണ് നിയ്യത്ത്. ആ നിയ്യത്ത് നേരെയാവുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ബോധപൂർവം അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ഇബാദത്തായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഇബാദത്താണ് വ്രതാനുഷ്ഠാനം. റമളാനിൽ ഒന്നാമത്തെ രാവിൽ വാനലോകത്ത് നിന്ന് മഹത്തായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഒരു വെളിയാളമുണ്ടാകും എന്ന് ഹദീസിലുണ്ട്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ, നന്മ കാക്ഷിക്കുന്നവനെ കടന്നു വരൂ കടന്നു വരൂ. വയാ ബാഗിയ ശർ അഖ്സിർ അഖ്സിർ, തിന്മ കാക്ഷിക്കുന്നവനെ അകന്നു നിൽക്കൂ അകന്നു നിൽക്കൂ. ഇതൊരു വെളിയാളമാണ്. അന്തരീക്ഷമാകെ മാറാൻ പോകുന്നു. നമുക്ക് തികച്ചും അനുകൂലമായ, പടച്ചതമ്പുരാന് സമർപ്പിക്കുവാൻ പറ്റുന്ന, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമായ ഒരു അന്തരീക്ഷം ഇനി വരാൻ പോവുകയാണ്. അത് ആ നിലയിൽ തന്നെ നോക്കിക്കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നിടത്താണ് വിജയം. ഒരുപാട് വാഗ്ദാനങ്ങൾ. എല്ലാ രാവിലും നരകവിമുക്തി നൽകപ്പെടുന്നതാണ്. എല്ലാ രാവിലും അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നരകവിമുക്തി നൽകുന്നതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ സവിശേഷതയായി പറഞ്ഞു. അതേപോലെ തന്നെ നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ഒരു സുന്നത്തായ ഒരു കർമ്മത്തിന് റമളാൻ അല്ലാത്ത സമയത്ത് ഒരു ഫർള് അനുഷ്ഠിക്കുന്നതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഫർള് അനുഷ്ഠിച്ചാലോ അതിന് 10ഉം 70ഉം 700ഉം ഇരട്ടി പ്രതിഫലം എല്ലാ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ പരിശീലന സംരംഭം കൊണ്ട് ഒരു വിശ്വാസിക്ക് ഉയരാവുന്നതിന്റെ പരമാവധി ഉയരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹ വർഷമാണ് റമളാൻ. മാത്രമല്ല, റമളാനിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി, സവിശേഷതയായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന കാര്യം എന്താണ്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമളാൻ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനും റമളാനും തമ്മിലുള്ള ബന്ധം, വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ ഏറ്റുവാങ്ങുവാൻ പറ്റിയ പാകത്തിൽ വിശ്വാസിയുടെ മനസ്സിനെ മെരുക്കിയെടുക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള പരിശീലന സംരംഭമാണ് വ്രതാനുഷ്ഠാനം. ആ നിലയിൽ ഖുർആനിനെ ഏറ്റുവാങ്ങുവാനുള്ള പ്രേരണയാണ് അത് ഉൾക്കൊള്ളുന്നത്. അതേപോലെ ഈ റമളാനിൽ ഷഹ്റുൻ
ലൈലത്തുൻ ഖൈറുൻ ഫീഹി അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് കൊണ്ട് അനുഗ്രഹീതമാണ് ഈ റമദാൻ. വിശ്വാസിക്ക് നന്മകൾ കൊയ്തെടുക്കുവാനുള്ള മഹത്തായ സന്ദർഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു നീട്ടുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നേടിയെടുക്കേണ്ട പരിശീലനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പിന്നെയും വിശേഷിപ്പിക്കുന്നത് ഇത് ഷഹ്റുസ് സബ്റാണ്. ഷഹ്റുസ് സബ്ർ, സഹനത്തിന്റെ, ആത്മനിയന്ത്രണത്തിന്റെ, ക്ഷമയുടെ പരിശീലന കളരിയാകുന്നു റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള സന്ദർഭം, ഇച്ഛകളെയും ശീലങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള സന്ദർഭം എന്ന നിലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുസ് സബ്ർ എന്ന് വിശേഷിപ്പിച്ചു. നമ്മുടേതുപോലുള്ള കാലഘട്ടത്തിൽ വിശേഷിച്ചും ഭൗതികത ഒരു മതമായി മാറിയ, ഒരു അനുഷ്ഠാനമായി മാറിയ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അത് തന്നെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അത് നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഹോമിക്കുവാൻ ഇന്ന് സമൂഹം സന്നദ്ധമാണ്. ഈ പശ്ചാത്തലത്തിൽ അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. മറിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കലാകുന്നു. അന്യരുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് തന്റെ ആവശ്യങ്ങൾ നിർണയിക്കുകയല്ല വേണ്ടത്, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന മാനസികാവസ്ഥ നേടിയെടുക്കണം. അതാണല്ലോ വീട്ടിലെല്ലാ വിഭവങ്ങളുമുണ്ട്, എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഒന്നും കഴിക്കാതെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയനാകുവാൻ സത്യവിശ്വാസി സന്നദ്ധമാകുമ്പോൾ അതൊരിക്കലും കേവലം ഇബാദത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, അതിനപ്പുറത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പരിശീലന സംരംഭം കൂടിയാണ് ഷഹ്റുസ് സബ്ർ. വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നോമ്പ്. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് സ്വന്തം ശരീരത്തെ മെരുക്കി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, അതവൻ ഒരു പരിചയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു മുഖം. നോമ്പ് ഒരുപാട് കാര്യങ്ങളിൽ ആന്തരികമായ വിശുദ്ധി നേടിത്തരുന്ന കർമ്മമാണ്. മറ്റാർക്കും അറിയില്ല ഒരാൾ നോമ്പുകാരനാണെന്ന്. അള്ളാഹുവിന് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ആ വിധത്തിൽ ആന്തരികമായ ഒരു വിശുദ്ധിയാണ് നോമ്പിലൂടെ നാം നേടാൻ ശ്രമിക്കുന്നത്. അതേ സമയത്ത് തന്നെ നോമ്പിന് സാമൂഹികമായ ഒരുപാട് മുഖങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ ഷഹ്റുൽ മുവാസാത്ത് എന്ന് വിശേഷിപ്പിച്ചു. സഹാനുഭൂതിയുടെ, ദീനാനുകമ്പയുടെ മാസമാകുന്നു വിശുദ്ധ റമദാൻ. സ്വയം വിശപ്പ് അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ തീർച്ചയായും വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ ജീവിത വിഭവങ്ങൾ വ്യാപകമാവേണ്ട, പരന്നൊഴുകേണ്ട വേളയാണത്. ഷഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, വിശ്വാസിയുടെ റിസ്ഖിൽ വർധനവുണ്ടാകുന്ന മാസമാണത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചല്ലോ. വിശ്വാസിയുടെ റിസ്ഖിൽ എങ്ങനെയാ വർധന ഉണ്ടാകുന്നത്? പരസ്പര സഹായവും ദീനാനുകമ്പയും പരിഗണനയും, തന്റെ പ്രയാസപ്പെടുന്ന സഹോദരന് വേണ്ടി എല്ലാം ത്യജിക്കുവാനുള്ള സന്നദ്ധതയും തീർച്ചയായും ഓരോ നോമ്പുകാരനിലും ഉടലെടുക്കുന്നു എന്നതാണ്. അത് പരിശീലിക്കുവാൻ വേണ്ടി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നതിൽ മഹത്തായ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചത്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ ആ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് പാപവിമുക്തി ലഭിക്കും, നരകവിമുക്തി ലഭിക്കും. ആ നോമ്പുകാരന് ലഭിക്കുന്ന തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കും ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അത് സമ്പന്നന്മാർക്ക് മാത്രമല്ലേ സാധിക്കൂ? അങ്ങനെ സുഭിക്ഷമായ സദ്യ നൽകുവാൻ ഞങ്ങളെപ്പോലുള്ള ദരിദ്രർക്ക് കഴിയില്ലല്ലോ എന്ന് ചില സ്വഹാബിമാർ സങ്കടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവരോട് ഉണർത്തിയത്, ഒരു കവിൾ പാൽ, അതല്ലെങ്കിൽ ഒരു ചുള കാരക്ക, ഒരു ഇറക്ക് വെള്ളം, ഇതെങ്കിലും കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരാളെ നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലേ? എങ്കിൽ നേരത്തെ വാഗ്ദാനം ചെയ്ത ആ അനുഗ്രഹങ്ങളെല്ലാം, നരകവിമുക്തിയും പാപവിമുക്തിയും ആ നോമ്പുകാരന് ലഭിക്കുന്ന തുല്യമായ പ്രതിഫലവും നിങ്ങൾക്കും നേടാൻ സാധിക്കും. അപ്പൊ സഹാബത്തിന് സന്തോഷമായി. ഇങ്ങനെ ഉള്ളതെല്ലാം പങ്കുവെക്കപ്പെടുന്ന മുവാസാത്തിന്റെ, സഹാനുഭൂതിയുടെ മഹത്തായ ഒരു മുഖവും
റമദാനിലെ വ്രതാനുഷ്ഠാനത്തിനുണ്ട്. ഇങ്ങനെ സാമൂഹികമായ ലക്ഷ്യങ്ങളും നോമ്പ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നർത്ഥം. ഇനി വയറ് നിറയെ ഭക്ഷിപ്പിക്കാൻ സാധിച്ചാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറ്റൊരു വാഗ്ദാനം കൂടി നൽകുന്നു. എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കും. അങ്ങനെ ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരിക്കലും ദാഹം അനുഭവപ്പെടുകയില്ല എന്നുണർത്തുകയുണ്ടായി. അതേപോലെ തന്നെ സഹജീവികളോട് വിട്ടുവീഴ്ച ചെയ്യേണ്ട സന്ദർഭമാണ് നോമ്പ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, നിങ്ങളുടെ കീഴിൽ തൊഴിലാളികളുണ്ടെങ്കിൽ, നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലിയിൽ ലഘൂകരണം നൽകണം, അവർക്ക് ഇബാദത്ത് ചെയ്യുവാൻ അവസരം കൊടുക്കണം, ജോലി സമയവും ജോലി ഭാരവും ലഘൂകരിച്ചു കൊടുക്കണം. അതിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുണ്ടായി. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നു. നോമ്പിന്റെ അടിസ്ഥാനപരമായ ചൈതന്യം മറ്റെല്ലാ ഇബാദത്തുകളും പോലെ തന്നെ തഖ്വ ആർജിക്കലാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി തന്നെ ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കേവലമായ ഒരു ശീലമല്ല നോമ്പ്. ബോധപൂർവം ചില തീരുമാനങ്ങൾ നാം എടുത്തേ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങൾ നൽകി. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല, ഫീ അൻ യദഅ തഅമഹു വശറാബഹു, അവൻ അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കണമെന്ന് പടച്ച തമ്പുരാന് യാതൊരു നിർബന്ധവുമില്ല. എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് ദാഹവും വിശപ്പുമല്ലാതെ മറ്റൊന്നും അവർ നേടുന്നില്ല. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കമൊഴിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് നേടാൻ സാധിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യത്തിൽ സഹതപിക്കാൻ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പടച്ച തമ്പുരാൻ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പട്ടിണി കിടക്കുവാനോ ദാഹിച്ചു വലയുവാനോ ക്ഷീണിച്ചവശനാകുവാനോ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ലക്ഷ്യബോധത്തോടുകൂടി തന്നെയായിരിക്കണം നോമ്പനുഷ്ഠിക്കുന്നത്. തെറ്റായ ശീലങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇതൊരു മാറ്റത്തിന്റെ വേളയാണ്, ബോധപൂർവം മാറുവാനുള്ള സന്ദർഭമാണ്. അതുകൊണ്ടാണ് നോമ്പുകാരനോട് വീണ്ടും ഒരാൾ തന്നെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചാൽ, തന്നെ ദേഷ്യം പിടിപ്പിക്കുവാൻ പ്രകോപിപ്പിക്കുവാൻ വല്ലവരും ശ്രമിച്ചാൽ പറയണം ഉടനെ, സഹോദര ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ പഴയ ആളല്ല. നീ ഒരു പക്ഷേ എന്നെക്കുറിച്ച് അങ്ങനെ ധരിക്കുന്നുണ്ടാവും, ഇന്ന് ഞാൻ നോമ്പുകാരനാണ്, ഞാൻ മഹത്തായ ഒരു അനുഷ്ഠാനവും ഒരു പരിശീലനവും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, അത് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പഴയ ആളാണ് എന്ന് കരുതിയിട്ട് എന്നോട് നീ പെരുമാറരുത് എന്ന നിലക്ക് പ്രതികരിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. വ്രതാനുഷ്ഠാനത്തിൽ വേറിട്ട് നിൽക്കുന്ന ഇസ്ലാമിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടി നമുക്ക് കാണാം. എന്താണത്? ഇസ്ലാമിന്റെ സന്തുലിതമായ സമീപനം. മനുഷ്യർക്ക് മുമ്പിൽ നാം അവതരിപ്പിച്ചു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പൊതുവെ സമൂഹത്തിൽ രണ്ടു തരം ആളുകളെ കാണാം. ഒന്ന്, അന്ധമായ ആത്മീയത കടിപ്പെട്ട് അതിന്റെ തീവ്രതയിൽ എത്തിപ്പെടുന്ന ആളുകൾ. മറ്റൊരു വിഭാഗമോ ഭൗതികതയുടെ എല്ലാ ജീർണതകൾക്കും അടിപ്പെട്ടു പോകുന്ന വിഭാഗം. ഈ രണ്ടിനുമിടയിൽ ഇസ്ലാം ഒരു മധ്യമമായ കാഴ്ചപ്പാട് നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയുണ്ടല്ലോ, പടച്ചവനെ ഞങ്ങൾക്ക് നീ ഇഹലോകത്ത് നന്മ ചൊരിയണം, പരലോകത്തും നന്മ ചൊരിയണം, നരകവിമുക്തിയും നൽകണം. ഈ പ്രാർത്ഥന അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരിക്കലും ആത്മീയതയ്ക്ക് വേണ്ടി ആത്മീയത, ആരാധനയ്ക്ക് വേണ്ടി ആരാധന എന്നൊരു നിലപാട് ഇസ്ലാമിലില്ല. മറിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ട പരിശീലനം എന്ന നിലയിൽ പടച്ചതമ്പുരാന്റെ പ്രീതിയും സ്വർഗവും നേടാനുള്ള മാർഗമെന്ന നിലക്ക്, അതേസമയത്ത് ഭൗതിക ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി നിർത്തുവാൻ, ജീവിത വിഭവങ്ങളെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാനുള്ള പരിശീലനം എന്ന നിലയിലാണ് അള്ളാഹു തആല ഇബാദത്തുകളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോമ്പിൽ ആ കണിശത പലയിടത്തും കാണാം. നോമ്പുകാരൻ സമയമായാൽ ഒരു സെക്കൻഡ് പോലും നോമ്പ് തുറക്കാൻ വേണ്ടി പിന്തിക്കരുത്.
എനിക്ക് കുറച്ചുകൂടി തഖ്വ കിട്ടണം, അതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കുന്നത് എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെട്ടു, ബാത്തിലായി. അള്ളാഹുവെങ്കിൽ അയാൾ കുറ്റക്കാരനായി മാറാൻ. എന്താ കാരണം? ഇത് പരിപൂർണമായും അള്ളാഹു നിശ്ചയിച്ച ഒരു പരിശീലന സംരംഭമാണ്. പരിപൂർണമായും അള്ളാഹുവിന്റെ അടിമത്തം പരിശീലിക്കലാണിത്. അള്ളാഹു പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് അനുഷ്ഠിക്കുക എന്നതാണ് അടിമത്തം. ഇതേപോലെ തന്നെയാണ് അത്താഴം കഴിക്കുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയില്ലേ, തസഹറു ഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കൂ, നിങ്ങൾക്ക് അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ പാതിരാത്രിയിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഇടയത്താഴം കഴിച്ചുള്ള ശീലം 11 മാസമായിട്ട് നമുക്കില്ല. അങ്ങനെ ഒരുപാട് മറ്റു പല ശീലങ്ങളും ഉള്ളവരാണ് നാം. ഇതെങ്ങനെ സാധിക്കും? ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് അത്താഴത്തിന്റെ സുന്നത്ത് കാത്തു സൂക്ഷിക്കണം. ആ പുണ്യം നഷ്ടപ്പെടരുത്. അവിടെയും അടിമത്തമാണ്. അല്ലാഹു തആല ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അത്താഴം കഴിക്കും. എൻ്റെ ദിനചര്യ, എൻ്റെ ശീലങ്ങൾ എല്ലാം മാറ്റുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന മഹത്തായ അടിമത്തത്തിന്റെ പ്രഖ്യാപനമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എൻ്റെ ശീലങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛകളും മോഹങ്ങളും എല്ലാം പടച്ചവനെ നിനക്ക് വിട്ടുതരാണ്. രോഗികളായ ആളുകൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവർക്ക് രോഗശമനമാണ് ഉണ്ടാകാറ്. പൊതുവെ അങ്ങനെയാണല്ലോ. ഭക്ഷണക്രമത്തിലൊക്കെ ഡോക്ടർമാരുടെ കർശനമായ നിർദ്ദേശമുണ്ടെങ്കിലും അവർ നോമ്പനുഷ്ഠിക്കുമ്പോൾ രോഗശമനം അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്താ കാരണം? അള്ളാഹുവിനുള്ള തവക്കുലാണത്, ഈമാനിന്റെ ദാർഢ്യമാണത്. അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ ശരീരം, അള്ളാഹു നൽകിയ ആയുസ്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്റെ കൽപ്പനക്ക് വിധേയമായിട്ട് എൻ്റെ ശരീരത്തെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കാൻ എന്ന നിയത്തോടുകൂടി വ്രതമനുഷ്ഠിക്കുമ്പോൾ രോഗികളുടെ രോഗം ശമിക്കുന്നു എന്നാണ് പൊതുവെ നമ്മുടെ അനുഭവം. ഇതിലൊക്കെയും ഈ സമർപ്പണത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം. അതിനാൽ ഈ വരാനിരിക്കുന്ന റമദാനിന് വേണ്ടി എല്ലാവിധ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ബോധപൂർവം റമദാനിനെ സ്വാഗതം ചെയ്യുവാൻ നാം സന്നദ്ധമാവുക. നമ്മുടെ വീടും കുടുംബവും ഗൃഹാന്തരീക്ഷവും ഇബാദത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് ബോധപൂർവം റമദാനിനെ സ്വാഗതം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.